നീലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. അല്ല അല്ലാശനെ, നിങ്ങൾ കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇറക്കിയിട്ട്. എന്നാ പറ്റി? നാട്ടുകാരെന്നാ വിചാരിക്കും? പെട്ടെന്ന് വീഡിയോ ഇറക്കടോ. നിനക്കറിയാമായിരുന്നല്ലോടെ, ഒരാഴ്ച തൊട്ട് എനിക്ക് സുഖമില്ലാണ്ട് കിടക്കുമായിരുന്നു. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് അടിക്കടി വീഡിയോ ഇട്ടാലേ നമ്മൾ ക്ലിക്ക് ആവത്തുള്ളൂ. പിന്നെ നാട്ടുകാർ വിചാരിക്കും നമ്മുടെ കണ്ടന്റിൽ നിന്ന്. നമുക്ക് ചെയ്യാം എന്തെങ്കിലും ഒന്ന്. വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. എന്തെങ്കിലും ശരി, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി കിടന്നോ, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ശരി അപ്പം. ഹായ് ഗായ്സ്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ നമ്മുടെ ആശാൻ കിടപ്പായിരുന്നു, സുഖമില്ലാഞ്ഞിട്ട്. എന്ത് ചെയ്യാം, പുള്ളിക്കാരൻ അങ്ങ് ടയർഡായിരുന്നു. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വിട്ടേക്കെ പോയി റെസ്റ്റ് എടുക്കാൻ. നമുക്കിന്നപ്പം ഇന്ന് എന്ത് കുക്ക് ചെയ്യാം? ചിക്കനുണ്ട്, കുറച്ച് മസാലപ്പൊടി ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ബാച്ചിലർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ആയാലോ? കമോൺ ഗൈസ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ ഈ കോഴിയുടെ തൊലി ഒന്ന് കളയണം. ഈ കോഴിക്കാലിന് 2 തൊലിയുണ്ട് ഗൈസ്, അതെങ്ങനെ കളയണമെന്ന് നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും നൈസായിട്ട് ഇതിങ്ങോട്ട് വലിച്ച് പൊളിക്കാം. ഇങ്ങോട്ട് വാ. ഇത് വരുന്നില്ല ഗൈസ്. അല്ല, മൂർച്ചയുള്ള കത്തി. ബാ മക്കളെ, ബാ 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 ബാ, ഇതിങ്ങോട്ട് വാ. പോലെ അങ്ങനെ അത് ക്ലീൻ ആയിരിക്കുന്നുണ്ട് ഗൈസ്. ഇതങ്ങോട്ട് വേസ്റ്റിലിട്ട്. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്കത് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഗൈസ് ഇത് സാധനം. വീട്ടിലമ്മമാരൊക്കെ ഇത് എങ്ങനെ പാചകം ചെയ്തെടുക്കുമോ എന്തോ. നമുക്ക് പിന്നെ നമ്മൾ ബാച്ചിലർ ആയതുകൊണ്ടും കണക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും എന്ത് വേണേലും ചെയ്യാമല്ലോ. അങ്ങനെ നല്ല 2 കോഴിക്കാല് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് കോഴിക്കാൽ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതൊരു ബ്രസ്റ്റ് പീസാണ്. അപ്പം ഇതിൻ്റെ നമുക്ക് വേണ്ടാത്ത കൊഴുപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാം. എനിക്ക് നല്ല മൂർച്ചയുള്ള കത്തി കഴിച്ച് ഇന്ന് രാവിലെ മേടിച്ചതേ ഉള്ളൂ. മോനെ, അതൊരു 1.5 കട്ടായിരുന്നു. ഏതായാലും കൊള്ളാം. $11, എന്നാലും കുഴപ്പമില്ല, നല്ല മൂർച്ചയുണ്ട്. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. അയ്യോ, എന്ത് സ്മൂത്തായിട്ടാണ് ഗൈസ് പോകുന്നത്, നല്ല സ്മൂത്തായിട്ട്. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഇതൊരു ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുക്കാം. ക്യൂബ്സോ ഏതൊക്കെ രൂപത്തിൽ വരുമോ ആ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതിങ്ങനെ ഒരു കട്ട്. നല്ല 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 വെറൈറ്റി കട്ട്, അടിപൊളി അടിസൊക്കെ. എന്താ ചെയ്യാനാ കാഴ്ച, ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം ആശാൻ അവിടെ പനി പിടിച്ച് കിടക്കുക. പുള്ളിക്കാരൻ പോയി റെസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം അല്ലേ. 1 2 3 4 5 6. എനിക്കറിയാം എണ്ണം തെറ്റിയെന്ന്, ബട്ട് സ്റ്റിൽ ചുമ്മാ ഒരു രസം. അങ്ങനെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ പോയി ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് മാരിനേഷൻ ചെയ്യാൻ. ഞാൻ ഈ പാത്രം എടുക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ കഴുകി എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇനി ഇത് മാരിനേഷൻ ചെയ്യാൻ പോവുകയാണ്.
മാരിനേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാതെ നമുക്ക് ഞങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ നമ്മുടെ കോഴി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ആകെ കൂടെ ഇതേ ഉള്ളൂ. ഇതും പിന്നെ കുറച്ച് ഐറ്റംസ് ഇവർ ഹോട്ടലുകാർ തന്നിട്ടുള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ 2 കോഴിക്കാലും ഇട്ടു, ബാക്കി കഷ്ണങ്ങളും ഇട്ടു. ഇത് ഇങ്ങനെ വെക്കണം. ആ പാത്രം അങ്ങോട്ട് നീക്കി വെച്ചിട്ട് എന്നിട്ട് നൈസായിട്ട് നമ്മുടെ മസാലക്കൂട്ട് അങ്ങോട്ട് റെഡിയാക്കുക. അതായത് മാരിനേഷനുള്ള മസാലക്കൂട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുകയാണ്. കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മൾ പിന്നെ ബാച്ചിലർ സ്റ്റൈലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് തോന്നുന്നു കൊടുക്കണം. അത് കുറച്ച് കൂടിപ്പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ മുളക് പൊടിയുടെ കാര്യത്തിൽ കണക്ക് വേണം. അതുകൊണ്ട് ഞാൻ പോയി ഒരു സ്പൂൺ എടുത്തിട്ട് വരാം. ഓക്കേ. ഞാനങ്ങനെ മല്ലിപ്പൊടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. സോ മുളക് പൊടി ഏത് ബ്രാൻഡാണെന്നൊന്നും ചോദിച്ചേക്കല്ല്. വീട്ടിലുള്ളത് പെറുക്കിയെടുത്തോണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കണ്ടിട്ട് 1/2 ടീസ്പൂൺ ഉണ്ട്. എന്നാലും 1/2 ടീസ്പൂണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം ഗൈസ്. അതും ഒരു 1/2 ടീസ്പൂൺ അങ്ങോട്ട് ഇടാം. ഉപ്സ്, ഐ ഗെസ് ഐ മേഡ് എ മിസ്റ്റേക്ക്. കവർ പൊട്ടിയിരിക്കുക ഗൈസ്, ഞാൻ ഓർത്തില്ല. അപ്പം അതും അവിടെ അങ്ങനെ വെച്ച്. പിന്നെ കൂടെ ഉള്ളത് നമ്മുടെ കയ്യിൽ കൂടെ ഉള്ളത് പെപ്പറാണ് ഗൈസ്. അപ്പോൾ ഞാൻ പെപ്പർ അങ്ങോട്ട് വാരിക്കോരില്ല. ആരും പേടിക്കണ്ട, ഇവിടുത്തെ പെപ്പറിന് എരിവില്ല. ഈ പെപ്പർ ഇവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ കുറച്ച് ഉപ്പ്. ഓക്കെ, അത് മതി. അത് നൈസായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. സ്മെല്ല് കേട്ടിട്ട് കറക്റ്റ് അളവാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇതങ്ങനെ മസാലക്കൂട്ടമൊക്കെ ഇളക്കി വെച്ചിട്ടുള്ള ചിക്കൻ മാരിനേഷന് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇനി ഇത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നു മാരിനേഷൻ ആക്കി കിട്ടാൻ വേണ്ടി. ഓക്കെ, ഓൾറെഡി 14 മിനിറ്റ് ആയോ ഗൈസ്? അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളിയും പിന്നെ തക്കാളിയും ഒന്ന് കഴുകിക്കൊണ്ട് വന്നിരിക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനപ്പോൾ 3 ഉള്ളിയും 3 തക്കാളിയുമാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി 3 എടുത്തത് വേറൊന്നും കൊണ്ടല്ല, അത് പുളി കുറഞ്ഞതാണ്, പ്ലസ് ചെറിയ തക്കാളിയാണ് ഗൈസ്. അപ്പം പിന്നെ ആരംഭിക്കില്ല അങ്ങോട്ട് കട്ടാവുക. ഉള്ളി അരിയുന്നത് ശരിയാണോ ദൈവമേ? സൈഡ് മാറിപ്പോയെന്ന് തോന്നുന്നത്. ഇതെങ്ങനെ അരിഞ്ഞാലും ഇതങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. എങ്ങനെയാലും ആയിക്കോട്ടെ. ഉള്ളി അരിയാനായിട്ട് ഒറ്റ റൂളേ ഉള്ളൂ, തിന്നായിട്ട് വരണം. അതല്ലേ ഇപ്പം ശരിയാക്കി തരാം. ആരും പേടിക്കണ്ട ഗൈസ്, ഉള്ളിയൊക്കെ അറിയാം. ഭാവി വൈഫ് സേഫാണ്.
ഓ, ഈ ലേഡീസൊക്കെ എങ്ങനെ ഇരിക്കുന്നോ ആവോ ഇങ്ങനെ ഉള്ളി അരിയാനായിട്ട്. എൻ്റെ കണ്ണിൽ ഇപ്പോഴേ വെള്ളം വന്ന് തുടങ്ങി. എങ്ങനെ പോ, അങ്ങോട്ട് കട്ടാവും. ഇനി കൈ സൂക്ഷിക്കുക, ആയുധം വെച്ചുള്ള കളിയാണ്. ഓ, കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്നു. പക്ഷേ 3 ഉള്ളി എടുത്തത് കൂടി പോയോ ഗൈസ്? സാരമില്ല ഗൈസ്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ ഈ വീഡിയോയ്ക്കിടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപ്പോൾ എടുത്തെടുത്ത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് ബാച്ചിലറിൻ്റെ കുക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് കണക്കും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് സവാള ഗിരി 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 ഗിരി, സവാള ഗിരി 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 ഗിരി. ഗായ്സ്, $11 കൊടുത്താലും ഉണ്ടല്ലോ, കത്തി അപാര കത്തിയാണ്. ഓ, ചറവറ കട്ടായി പോകുന്നത്. എനിക്ക് വയ്യ. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഏതെങ്കിലും ഇത് ഷെഫായിട്ട് പോകേണ്ടതാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഇവിടെ സവാള അരിഞ്ഞിരിക്കുക. തിങ്ങട് വാ സാധനമേ. ഇത് തീർന്നില്ല, ഇത് കുറേ നേരം ആയല്ലോ. ഞാനിത് തിന്നുകയല്ല, ഞാൻ പലതും അല്ല, ഈ ഡയറക്ഷൻ കറക്റ്റ്. ഇത് കട്ടാവും. ഒന്ന് രണ്ട് മൂന്ന് നാല് തിരകള് വന്നേ ചാഞ്ചാടും പോലെ സ്റ്റൈലല്ലേ. 1 2 3 4 തിരകള് വന്നേ ചാഞ്ചാടും പോലെ നീ സ്റ്റൈലല്ലേ. ഇത് പാതി ജസ്റ്റ് മിസ്സാ. കൈ ഇപ്പോൾ പോകണ്ടായിരുന്നു, ആരും പിടിക്കണ്ട, നമ്മളിപ്പോൾ സ്ട്രോങ് തന്നെയാണ്. തക്കാളി അരിയുന്നതാണ് ഒരു പ്രശ്നമല്ല, ഇത് സാധനം ഒന്നാതെ വാടിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ എടുത്തിട്ട് കുറേ ദിവസമായി, വയ്യാതെ. ഞാൻ മോനെ വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ ഗൈസ്. ഈ കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാണ്. ഇത് കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ട്, ആരും പിടിക്കണ്ട. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓ, ആവാരം തന്നെ. ഗൈസ്, ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഓ, നല്ല അപാര കട്ടായിരുന്നു. അത്ര ഡീപ്പൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോർ ചെയ്തില്ല. ഭാഗ്യം, ചോര കണ്ടു, അപ്പം എല്ലാം നല്ലതായിട്ട് കിടക്കും. അപ്പം ഇന്ന് ബിരിയാണി ഒരു രക്ഷയില്ലായിരിക്കും ഗൈസ്. ഗൈസ്, ഞാൻ നോക്കിയിട്ട് 2 തക്കാളി എടുക്കുന്നുള്ളൂ. ഈ ഒരു തക്കാളി മാറ്റി വെക്കുകയാണ്, ബിക്കോസ് നല്ല പുളിയും തോന്നുന്നുണ്ട്. അതെൻ്റെ ചോരക്കാണോ പുളി? ഇനി അടുത്ത പരിപാടി എന്താ? തക്കാളി ഇത് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെന്തോ ഉള്ളത്? പിന്നൊന്നുമില്ല. അപ്പം നേരെ കുക്കിങ്ങിലോട്ട് ഇറങ്ങിയാലോ? അല്ല വേണ്ട, അരി കഴുകിയിടാം. അല്ല, അത് വേണ്ട,
അരി എന്തായാലും ഞാൻ കുക്കറിലിട്ട് അടിച്ചെടുക്കാനാണ് പോകുന്നത്, അതും ബസ്മതി റൈസ്. ഇന്നൊരു വെറൈറ്റി കാര്യമാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. ഞാൻ വെള്ളത്തിനകത്തിട്ട് തിളപ്പിക്കുന്നില്ല ഗൈസ്, പകരം ബസ്മതി റൈസ് കുക്കറിനകത്തിട്ട് അടിച്ചെടുത്തിട്ട് അവസാനം ജസ്റ്റ് റൈസ് എടുത്തിങ്ങനെ അതായത് മറ്റേ മസാലക്കൂട്ടിൻ്റെ മുകളിലിട്ടിട്ട് ഇങ്ങനെ ബിരിയാണി ഇട്ട് അടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരിക്കും? നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ മാത്രമേ ഉള്ളൂ, സോറി ഞാനും എൻ്റെ ആശാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് നേരിട്ട് മാരിനേഷനായി കിട്ടാൻ സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. അതാവട്ടെ, എന്തായാലും അരമണിക്കൂർ ഞാൻ ചെയ്യുന്നുള്ളൂ. മീൻ ടൈം നമുക്കെന്നാൽ പിന്നെ നെയ്യ് പൊട്ടിച്ചൊഴിച്ച് മസാല കൂട്ടുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നല്ലോ, വൈകിട്ട് വരാം. എങ്ങനെ? ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ, കം ഓൺ. അങ്ങനെ ഇപ്പം നമ്മൾ ബസ്മതി റൈസ് കഴുകി ഇട്ടിട്ട് അരി വെക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എങ്ങോട്ട് പോകുന്നില്ല, അരി കഴുകിയിടാൻ പോവും. ഇതങ്ങനെ ഒരു ഗ്ലാസ് അരി, ഇനി ഒരു ഗ്ലാസും കൂടി എടുത്തിട്ട് വരാം. സോ ഗൈസ്, 2 ഗ്ലാസ് അരി, ഇതിനകത്ത് വേറൊന്നും ഇട്ടിട്ടില്ല. നേരെ കഴുകി എടുത്തിട്ട് ഇതങ്ങനെ അരി വെക്കാൻ പോയത്. ഞാൻ നോക്കിയും കണ്ടും പതുക്കെയാണ് ഗൈസ് ചെയ്യുന്നത്, വേറൊന്നുമല്ല. നമ്മുടെ പോക്കറ്റ് 3 ട്രൈപോഡിലാണ് നിൽക്കുന്നത്. ഒരു തട്ട് തട്ടി അവിടല്ലോ അപ്പം തീരും പണി. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യും. പിന്നെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓസ്മോ പോക്കറ്റ് 3ൻ്റെ റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കുമെന്ന്. ഞാനത് എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഞാനല്ല, നമ്മുടെ മൊയിലാളിയെ കൊണ്ട് തന്നെ ഇടിപ്പിക്കാം. പുള്ളിക്കാരൻ വയ്യാണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഇടാതിരുന്നത്. സോ മിക്കവാറും അപ്കമ്മിങ് വീക്സിനുള്ളിൽ ആ വീഡിയോ വരുന്നതായിരിക്കും. ആരും വിഷമിക്കണ്ടോ, ആശാൻ എങ്ങും പോയിട്ടില്ല, ആശാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതങ്ങനെ അരി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെയാണ് കഴിച്ച് ഒഴുകുന്നത്. ഇനി 1 ഗ്ലാസും കൂടി ഉണ്ട്. നമ്മൾ 1 ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ ഇത് അടുപ്പിലോട്ട് വെക്കുക. വാഷറൊക്കെ ഇടുന്നു. കുക്കർ അടയ്ക്കാൻ നേരത്ത് സൂക്ഷിച്ചടയ്ക്കുക. ഒരു വട്ടം എനിക്ക് അബദ്ധം പറ്റിയതാണ്, വാഷർ കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ലായിരുന്നു ഗൈസ്. ആ സമയം എന്താ സംഭവിച്ചെന്നറിയോ? അപ്പുറത്തുനിന്ന് ഷീറ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം. ഓക്കെ, കുക്കർ അടച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇൻഡക്ഷൻ അടുപ്പാണ് ഗൈസ്. അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, അവിടെ ചുമന്നിങ്ങനെ വരും. കണ്ടോ നോക്കിക്കേ ഗൈസ്. അപ്പം നേരെ നമ്മൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കുന്നു ഗൈസ്. ആൻഡ് ഇതിന് വിഷലുണ്ടായിരുന്നല്ലോ, എന്ത് ആണ്ട്. അപ്പം വിഷലും വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം അരി അതിൻ്റെ പാട്ടിനായിക്കോട്ടെ ഗൈസ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ വെക്കുകയാണ്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ എന്തോന്ന് അറിയത്തില്ല. ഞാനൊന്ന് മേളിലോട്ട് ടിൽറ്റ് ചെയ്ത് നോക്കട്ടെ. അതെ ഗൈസ്, ഈ മേളിൽ കാണുന്നതാണ് മൈക്രോവേവ് ഓവൻ. ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. ഇത് നമുക്ക് അതിൻ്റെ ഉപയോഗം അറിയാമല്ലോ. ബട്ട് ഇവിടുത്തെ മൈക്രോവേവ് ഓവനിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? വെന്റിലേഷനാണ് ഇപ്പോൾ ഓണായത്. അത് 2 മോഡുണ്ട്. ഒന്നിപ്പോൾ ഹൈ മോഡിലാണ് കിടക്കുന്നത്, ഇതിപ്പോൾ ലോ മോഡിൽ. ഇത് ഓഫ്. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കുമെന്ന് തോന്നുന്നു, വെന്റിലേഷൻ. രണ്ടാമത്തത്, നിങ്ങൾ ആ കുക്കറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലൊരു ഓപ്ഷനുണ്ട്, സർഫേസ് ലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ കുക്കറിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കണ്ടോ ലൈറ്റ് കത്തിയതുണ്ടോ?
അതെ ഗൈസ്, സർഫേസ് ലൈറ്റ് ഉണ്ട് ഈ സാധനത്തിൽ. അതും ഇങ്ങനെ ഹൈ ലോ എന്ന് പറയുന്ന 2 മോഡിലാണ്. ഞാനിപ്പോൾ ആ സർഫേസ് ലൈറ്റ് ഓണാക്കി. അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇതിലോട്ട് പോവാം. ഞാൻ അപ്പോഴത്തേക്കിന് ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. യാ ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് ഗൈസ് നമ്മൾ കറക്റ്റ് ആംഗിൾ അല്ലേ ഇപ്പം. ഓക്കെ, ഞാനിപ്പോൾ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ ഞാൻ ഇവിടെ ഞാൻ എവിടെ ഞാൻ തന്നെ. താങ്ക് യു. അപ്പം ഞാൻ ഈ ഫോൺ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ചട്ടി ചൂടാക്കാൻ വെക്കുകയാണ്. ചട്ടി ചൂടാവട്ടെ, അതുവരെ നമുക്ക് എന്ത് പറഞ്ഞു നിൽക്കാം. ഗൈസ്, എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. അതേപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തും. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. പുതിയ പുതിയ വീഡിയോസ് ഞാൻ ചെയ്ത് വിടുന്നതായിരിക്കും. പിന്നെന്താണ് പറയാനുള്ളത്, ജസ്റ്റ് 65 ആയിട്ടുള്ളൂ. ഇനി കൂടട്ടെ, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. പിന്നെന്താ പറയാനുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആക്ച്വലി US വന്നിരിക്കുന്നത് എൻ്റെ ഒരു എന്താ പറയുന്നത് ഓൺസൈറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ എൻ്റെ എന്താണ് എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വൈകാതെ. ആരാത്? അയ്യോ, ചട്ടി ചൂടായോ? ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഗൈസ്. ചൂടായി വരുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ഞാൻ കാണിക്കുന്ന പോൾക്ക് മണ്ടത്തരമൊന്നും നിങ്ങളെ കാണിക്കരുത് എൻ്റെ പൊന്നു ദൈവങ്ങളെ. പത്തോളെ ഇപ്പം ഞാൻ പോയി എണ്ണയും പിന്നെ എന്താ നെയ്യും എടുത്തിട്ട് വരാം ഗൈസ്. ഇതേപോലൊക്കെ വെറൈറ്റി വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഞാനിതിൽ മിക്കവട്ടം ചെയ്യുന്നത് ഓബ്വിയസ്ലി കുക്കിംഗ് ഉണ്ട്, ട്രാവലിംഗ് വീഡിയോസ് ഉണ്ട്. ഞാനല്ല, ഞാൻ ഉദ്ദേശിച്ച രാജസ്ഥാനെയാണ്. ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കുക്കിങ്, ട്രാവലിംഗ് വ്ളോഗ്സ്. അപ്പം എ ഡേ ഇൻ ലൈഫിൽ എന്തൊക്കെ നടക്കുമോ അതൊക്കെ വ്ളോഗ്സ് ആയിട്ട് ഇടാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പം പിന്നെ ചട്ടി ചൂടായോ? ഓ, അതെന്നാ തോന്നുന്നത് ഗൈസ്. അപ്പം ഞാൻ ലൈറ്റായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ബിക്കോസ് എണ്ണ ഇതിനകത്ത് ഇച്ചിരി പതേ നമ്മൾ നെയ്യ് കൊണ്ടുള്ള കളിയാണ് കൂടുതലും. ഒരു പൊടിക്ക് അത്രേ ഉള്ളൂ. കണക്കൊന്നും എനിക്കറിയത്തില്ല, ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്ന കുക്കറിൽ നിന്ന് വിസിൽ വരാറായെന്നാ തോന്നുന്നത്. അത് വിസിലടിക്കട്ടെ. അങ്ങനെ നെയ്യ് ഇടാൻ പോവുകയാണ്. 1 2 ആൻഡ് ഞാനിപ്പോൾ ഒരു തൽക്കാലം 3 സ്പൂൺ മതിയാവോ ഗൈസ്? അല്ല, വേണ്ട, ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. 4 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടേ. ഇനി ആ നെയ്യൊന്ന് ചൂടാവട്ടെ. ഗായ്സ്, എനിക്കൊരു സംശയം. കുക്കറിൽ ഇപ്പോൾ വിസിൽ വരുമ്പോൾ വെള്ളം തെറിക്കത്തില്ല? വെള്ളം തെറിച്ച് ചൂടെണ്ണയ്ക്കകത്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ എൻ്റെ മുഖത്തോട്ടൊക്കെ തെറിക്കുന്നത്. ഓ ഗോഡ്, ഞാനിപ്പോൾ തൽക്കാലം എണ്ണയുടെ സ്റ്റവ് ഒന്ന് കുറച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, അവിടെ പൊട്ടലും ചീറ്റലും ഞാൻ കാണുന്നുണ്ട്. ഓ ഗോഡ്, ദിസ് ഇസ് ടു ബാഡ്. അപ്പം കുക്കറിന് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അല്ലേ വേണ്ട, ഉള്ളത് വെച്ചാവും. നമുക്ക് വരുന്നെടുത്ത് വെച്ച് നോക്കാം. അപ്പം നമ്മൾ മസാലക്കൂട്ടമായ കറുക, പട്ട, ഗ്രാമ്പൂ, പിന്നെന്തോ കുരുമുളക്, പിന്നെ സ്റ്റാർ എന്ന സാധനമില്ല, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അതും നമ്മളങ്ങോട്ട് ഇടാൻ പോവുകയാണ് ഗൈസ്. അപ്പം നൈസായിട്ട് ഇട്ടിട്ട് വഴറ്റാനുള്ള തവി എവിടെ എൻ്റെ തവി? കിട്ടി.
അപ്പോൾ ഗൈസ് നമ്മൾ അത് ഇടുകയാണ്. ആഹാ. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലോ മോനെ ആ സ്മെല്ല്? ഓ, ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ മാസ്റ്റർ ഷെഫ് തന്നെ. പിന്നെ ഈ ഹോട്ടലിൽ താമസിക്കുന്നവർ നിർബന്ധമായിട്ടും കുക്ക് ചെയ്യാൻ നേരത്ത് വെന്റിലേഷൻ ഓണാക്കണമെന്ന്. ബിക്കോസ് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ കുക്കറിൽ അരി ഇട്ടിട്ട് കുളിക്കാൻ ഇട്ട് കഴിഞ്ഞിട്ട് വെച്ച് അടുപ്പിൽ വെച്ചിട്ട് നേരെ കുളിക്കാൻ പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ആവിക്കും ഇല്ലേ നമ്മൾ എന്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ അതിൻ്റെ ആ പുക അടിച്ചിട്ട് ഇവിടുത്തെ സ്മോക്ക് സെൻസേഴ്സ് എല്ലാം സ്മോക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് നേരെ ഫയർ അലാറം കൂടെ അടിക്കും ഗൈസ്. എൻ്റെ പൊന്നെ നരകമാണ് ആ അലാറം കേൾക്കാൻ. ഓവറോൾ ഫുൾ ബിൽഡിങ് ഫുൾ അലാറം അടിക്കുമെന്ന്. ഓ, ആ അലാറം അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പുറത്തോട്ട് ഓടണമെന്ന്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഗൈസ്, ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങനെ. ഇതൊന്നുമില്ല, മുറ്റ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഫയർ എഞ്ചിനും പോലീസും ടീമും എല്ലാം ചെടിപടിയേന്ന് ഇങ്ങോട്ട് ഓടി വരും. എന്താ ഇവിടെ ബഹളമൊന്നും പറഞ്ഞുകൊണ്ട്. എനിക്കൊരു വട്ടം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് റിയലി ഫൺ. ആരോ കുക്ക് ചെയ്യുമായിരുന്നു ആക്ച്വലി. അപ്പോൾ ഗായ്സ് എനിക്ക് തോന്നുന്നു ഇതായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല പുകയൊക്കെ അടിക്കുന്നുണ്ട്. നൈസായിട്ട് ഉള്ളി അങ്ങോട്ടിടാം. ആഹാ, സാരുടെ ബിരിയാണി നമ്മളിന്ന് പൊളിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മറക്കരുത്. മസാലക്കൂട്ടങ്ങൾ എന്ത് ചെയ്യും? എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. സ്പൂൺസൊക്കെ റെഡിയാണ്, ആരും പേടിക്കണ്ട. ഏകദേശം നമ്മൾ കറക്റ്റ് അളവിലാണ് എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാം പക്കെ ആയിരിക്കും. ആക്കി വരുന്നെടുത്ത് വെച്ച് നോക്കാം. കുക്കറിൽ നിന്നൊന്നും അനക്കമൊന്നും വരുന്നില്ലല്ലോ. ആരും പേടിക്കണ്ട കഴിച്ച് ഞാൻ പേടിച്ചു പോയതാ. പ്രതീക്ഷിക്കാതെ ആയിരുന്നു അത് വന്നത്. ഞാൻ പിന്നെ എടുത്തോണ്ടാ കുക്കറ. എന്താ വയറ്റാത്തത്? എല്ലാം ഓണാണല്ലോ. ഏയ് സീക്രം സൂടാവണ തമ്പി. ഇവിടെ തന്നെയാണ് വെന്റിലേഷൻ നേരെ അങ്ങനെ വേണോണ്ടിരിക്കുന്നത്. ഗായ്സ്, ഞാൻ 3 സാധാരണ വരുമ്പോൾ നിർത്തുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി വരുമെന്ന് നോക്കാം. വരുവാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിർത്താം. അത് മതി. അപ്പം നമ്മൾ കയറി കുക്കർ ഓഫ് ചെയ്യാണ്. ഓക്കെ, കുക്കർ അങ്ങോട്ട് പതുക്കെ നീക്കി എടുത്ത് വെക്കുകയാണ്. പോവാതെ. ഇനിയാണ് കളി. ആവ് ഗായ്സ്, അങ്ങനെ ഉള്ളി ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റാ, ഞാനൊരു കാര്യം മറന്നുപോയി. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്തിനാണോ അറിയത്തില്ല. അമ്മ പറയാറുണ്ട്, ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ഉപ്പ് വരി ഇടുവാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. നമുക്ക് ഓർക്കുക, ഉപ്പിൻ്റെ കണക്ക് കൂടരുത്. നമ്മൾ അവിടെ മാരിനേഷൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ലൈറ്റായിട്ട് ആഡ് ചെയ്താൽ മതി. അത് മതി. ഇളക്കി Damn. That smells like really heaven, man. പണവും പ്രതാപവും നമുക്കെന്തിനാ? ബിരിയാണി ഉണ്ടല്ലോ, ബിരിയാണിയുടെ കൂടെ കോഴിക്കാലുണ്ടല്ലോ. വാ കോഴിയവ ബിരിയാണിയായിട്ട് ഓടിവാ. എന്നിട്ട് അതിൻ്റെ ആ റോ സ്മെല്ല് പോകുന്നവരെ അങ്ങനെ വഴറ്റുക. കുറച്ച് കറവറ അങ്ങോട്ട്, കുറച്ച് കറവറ ഇങ്ങോട്ട്. മോന്തയൊന്നും ഇട്ടേക്കല്ലേ, ഒന്നാതെ കരിഞ്ഞിരിക്കുക. നമുക്കപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാലോ. തക്കാളി
ഏതിട്ടാലും എങ്ങനെ ഇട്ടാലും ഒന്നും തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, എന്താ ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നോക്ക്, നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിനകത്ത് വേറൊന്നും അല്ലല്ലോ, ഇഞ്ചി വെളുത്തുള്ളി അതല്ലേ. വീണ്ടും കുറച്ച് നേരത്തേക്ക് കറവറ കറവറ കറവറ. ശരിക്കും ബാച്ചിലേഴ്സ് കുക്കിംഗ് എന്ന് പറയുമ്പം ചില സമയത്ത് കണക്കും കാര്യങ്ങളും കാണത്തില്ല. പക്ഷെ സത്യം പറയാമല്ലോ, ഈ കണക്കും കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത്, അതായത് ഇപ്പം മസാല ഈ 1 ടീസ്പൂണ് 1 ടേബിൾ സ്പൂണ് അങ്ങനെ കണക്കൊന്നും ഞങ്ങൾ നോക്കാറില്ല. ചിലർ നോക്കുമായിരിക്കും, ബട്ട് ചിലർ നോക്കത്തില്ല. അങ്ങോട്ട് എന്തോ ചെയ്യും, ഞാൻ എഴുതുന്ന എൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. ഞാൻ എന്തോ ചെയ്യും, ഇതുപോണക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് പരത്തിയിട്ടിട്ട് ജസ്റ്റ് മേളിൽ ഇങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇടും. എന്നിട്ട് നോക്കും. എൻ്റെ മൈൻഡ് സെറ്റ് എന്താ, എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആവുമായിരിക്കും, എല്ലാത്തിനും പിടിക്കുമായിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഇത് വെച്ചു. അത് വെച്ചിട്ടാണ് ഞാൻ കണക്ക് കൊടുക്കുന്നത്. ഓ അല്ല, വേറൊന്നുമല്ല ഗൈസ്, മൂക്കടഞ്ഞിരിക്കുക, അതുകൊണ്ട് സ്മെല്ലൊന്നും കിട്ടുന്നില്ല. ഞാൻ അതുകൊണ്ട് അടുത്ത് പോയി നോക്കും. അയ്യോ കോവിഡൊന്നും ഇല്ല കേട്ടോ, ഞാൻ പോയി ടെസ്റ്റ് ചെയ്തത് നെഗറ്റീവാണ്, പേടിക്കണ്ട. അത് ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്നൊന്ന് മാറി. കുക്കറിൽ ഇപ്പോഴും വിസിലുണ്ട് ഗൈസ്, ഐ മീൻ പ്രഷറുണ്ട്. ആ റാ സ്മെല്ല് പോയിട്ടില്ല. പോകട്ടെ. തക്കാളി അത്ര ഉള്ളു. ഇത് നേരെ പതുക്കെ കഴുകി വെക്കാൻ, ഇല്ല ഉണങ്ങി പിടിക്കുക. ഓഫാവിടെ. അയ്യോ ട്രൈപ്പോഡ് മുട്ടല്ലേ. ഓ തക്കാളി ഇളക്കിയില്ല. ഊരും പേരും എൻ്റെ ലിറിക്സ് തെറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമുക്കറിയുന്ന ലിറിക്സിനല്ലേ നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. ആയിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇത് ഏത് തരം ബിരിയാണിയാണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ആർക്ക് കളർ അനുസരിച്ച് ചിലപ്പോൾ അമ്പൂറാവാം. ദമ്മൊന്നും ഒട്ടിക്കുന്നില്ല, ദമ്മൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പിന്നെ നാട്ടുകാരിട്ട് ഓടിച്ചിട്ട് അടിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബാച്ചിലർ സ്റ്റൈലിലെ ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓ അമ്മോ, സത്യം പറയാമല്ലോ, ലേഡീസിന് സമ്മതിച്ചു കൊടുക്കണം. എത്ര നേരമെന്നും പറഞ്ഞാൽ അടുപ്പിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഐ മീൻ അടുപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ലേഡീസ്, ഹാറ്റ്സ് ഓഫ്. നമുക്ക് തന്നെ നൈസായിട്ട് മാരിനേഷൻ ചെയ്യാൻ പറ്റേക്കുന്ന ചിക്കൻ എടുത്തിട്ടാലോ, എന്നിട്ട് കുറച്ച് മസാലയും വെള്ളമൊക്കെ ചേർത്തിട്ട് പിടിപ്പിക്കുക. വളരെ പെട്ടെന്നായിരുന്നു കേസ്. ഇറങ്ങി പോടെ. ആ ഇത് നേരെ നമ്മളിവിടെ വെക്കുന്നു. വെള്ളം ഒഴിച്ചെടുക്കും, മറക്കരുത്. ഓക്കെ, ഇനിയാണ് മസാലയുടെ കളികൾ വരാൻ പോകുന്നത്. ഞാനപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി ഞാനിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഓരോരോ മസാല കൂട്ടങ്ങൾ അങ്ങോട്ട് നൈസായിട്ട് ആഡ് ചെയ്യാനാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂണാണോ 1/4 ടീസ്പൂണാണോ ആയിരിക്കും ഒരു എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. എല്ലാവരിലും പിടിക്കണം മുളക് പൊടി. ഇളക്കണേ. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഞാനെല്ലാം ഇച്ചിരിച്ചേ ഇടുന്നുള്ളൂ, ബിക്കോസ് മെയിൻ മസാലപ്പൊടികൾ വരുന്നതേ ഉള്ളൂ ഇടാനായിട്ട്. ഇത് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട സ്പെഷ്യൽ മസാല ഐറ്റം. ഇതും ഒരു സ്പൂണും കൂടി ഇട്ടേക്കാം. 1 സ്പൂൺ വേണ്ട, ഒരു 3/4 ടേബിൾ സ്പൂൺ. അല്ല, ഇത് ടേബിളല്ലേ, 3/4 ടേബിൾ സ്പൂൺ അല്ലേ. യെസ്. ഹൈവ സ്മെല്ല് വരുന്നത്. യെസ്, കമോൺ എവരിബഡി. ഓക്കെ, ഇനി എല്ലാ മസാല ഐറ്റംസ്, ഇനി അടുത്ത മെയിൻ മസാല ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ആദ്യം തന്നെ ആച്ചയുടെ ഏതോ ഒരു ബിരിയാണി മസാലയാണിത്. ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഞാൻ കണക്കിടാറില്ല, വെതറി അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അടുത്തത് വീണ്ടും ഒരു ബിരിയാണി മസാലയാണ്, ഈസ്റ്റേണിൻ്റെ. ഗായ്സ്, ഞാനൊരു പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, കാരണം മസാലയൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ലൈറ്റായിട്ട് ആ മസാലക്കൂട്ടം ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. എനിക്കറിയാം ആരും വെള്ളം ഒഴിക്കത്തില്ല, ഞാൻ പറഞ്ഞല്ലോ, തികച്ചും വ്യത്യസ്തം. ആരാ? എന്നിട്ട് ഏകദേശം സ്പൈസി സ്മെല്ലാണ് വരുന്നത്. നമുക്ക് എൻ്റെ ഉപ്പൊന്ന് നോക്കിയാലോ? ആദ്യം കുറച്ച് കളയണം, എന്നിട്ട് വേണം ഉപ്പ് എടുത്തത്. ഡാം, ഇറ്റ്സ് റിയലി ഗുഡ്. ഓൺലി തിങ് ഈസ് ലൈക്ക് സ്പൈസ് കറക്റ്റ് സ്പൈസാണ്, പക്ഷെ ഉപ്പിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. എന്ത് ചെയ്യും, ഞാൻ ആക്ച്വലി ഉപ്പ് കൈ കൊണ്ട് എടുക്കുന്നു. യെസ്, ഐ ഗെസ് ദാറ്റ്സ് ഇനഫ്. എന്നിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. വീണ്ടും അങ്ങോട്ട് ഉപ്പിട്ട് ചെക്ക് ചെയ്യുക. യെസ്, ദാറ്റ്സ് ഗുഡ്. ഞാൻ ഇപ്പോൾ ഒരു പൊടിക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്, ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണ്ടേ. ഗായ്സ്, അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഇടുകയാണ്, എന്നിട്ട് നൈസായിട്ട് കുക്കായി വരട്ടെ. അതുവരെ അങ്ങോട്ട് അടച്ചു വെക്കുകയാണ്. അത് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് കുക്കായി വരട്ടെ. മീൻ ടൈമിൽ ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട്. ഹായ് ഗൈസ്, ബ്രേക്ക് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. തുറക്കണോ വേണ്ടിയോ? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗൈസ്, അഥവാ അടിക്ക് പിടിച്ചാൽ. കറക്റ്റായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്കാവും. മീൻ ടൈം നമ്മുടെ അരി എന്തായാലും നോക്കാം.
മോനെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഗൈസ് നോക്കിക്കേ, ഒരു പശയില്ല, ഒന്നുമില്ല, നല്ല പയറോടൊക്കെ തരി കാണുന്നുണ്ടോ? ഞാൻ അതേ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ട് നേരെ കൊട്ടുക ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട്, കാരണം കുറച്ച് ലെയർ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ആ ലിഡിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റീം കയറി അവസാനം അത് ബബിൾസ് ആയിട്ട്, ഐ മീൻ വീണ്ടും സ്റ്റീം അത് എന്തോ ആവുന്നത്, എവാപ്പറേഷനാണ്. എവാപ്പറേറ്റായി സ്റ്റീം എങ്ങനെ ആവുന്നത്, എവാപ്പറേഷനായിട്ട് വന്നിട്ട് എന്തോ ഒന്ന് അവസാനം അത് വീണ്ടും ബബിൾസ് ആയിട്ട് വീണ്ടും വെള്ളമായിട്ട് വിളിച്ച് നേരെ താഴോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്കത് കാണുന്നുണ്ടല്ലോ എന്ന് അറിയത്തില്ല. നേരിട്ട് ഇങ്ങോട്ട് ഈ പോർഷനിലൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. സോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കറക്റ്റ് സ്പൈസ്, കറക്റ്റ് ഉപ്പ് എല്ലാം പക്കയാണ്. ഇനി നമുക്ക് ആ ചോറും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് എണ്ണയും കൂടി വെതറിച്ച്, എണ്ണയല്ല സോറി, നെയ്യും കൂടി ഇട്ട് കഴിയുമ്പോഴല്ലേ സെറ്റ് ബാച്ചിലർ സ്റ്റൈൽ ബിരിയാണി റെഡി. നോട്ട് ബാഡ്. ആ സ്മെല്ല് ഒരു ഒന്നൊന്നര സ്മെല്ലാണല്ലോ. തിങ് ഈസ് ലൈക്ക് ചിക്കൻ വേവാനുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലംസ്. അപ്പോൾ ആ കോഴിക്കാല് എസ്പെഷ്യലി ഞാൻ ആ കോഴിക്കാല് നടക്കിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഗൈസ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഏകദേശം ഒരു 50% കുക്കായിട്ടുണ്ട്. അല്ല വേണ്ട, കുറച്ച് കിടന്നു കുക്കാവട്ടെ, അതിനകത്ത് കിടന്നു. നമ്മളെന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നു? അഥവാ ആശാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ വരുമ്പോഴേ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടും. നമ്മളല്ല പുള്ളിക്കാരനല്ല, നമ്മളല്ലേ പുള്ളിക്കാരൻ അസിസ്റ്റന്റ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നൈസായിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ബിരിയാണി കൂട്ടം അങ്ങോട്ട് നീക്കുകയാണ്. എന്നിട്ട് റൈസ് ഇടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യാനായിട്ടാണ് പരിപാടി. കോരി എടുക്കുന്നത് എങ്ങനെ? ഞാൻ പോയി വലിയൊരു തവി എടുത്തിട്ട് വരാം. തൽക്കാലം റൈസിൻ്റെ തവി വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് കുരുങ്ങ് കോഴി. ഞാൻ ഗ്രേവി എടുക്കണോ കഷ്ണം എടുക്കണോ? ഗ്രേവി എടുക്കുക, അതല്ലേ ആവശ്യം. ഫുള്ള് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇടുകയാണ് ഗൈസ് ഞാൻ. എന്നിട്ട് നൈസായിട്ട് നമുക്ക് അങ്ങോട്ട് റൈസ് ഇട്ട് തുടങ്ങാം. ഞാൻ റൈസ് ഇടാനായിട്ട് ഈ തവിയാണ് എടുക്കുന്നത്. കണ്ടില്ലേ, ഒരു പശവോടൊക്കെ ഇല്ലേ. ഇതെന്നിട്ട് വീണ്ടും നമ്മൾ ഈ കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കറിയല്ല, അതായത് ബിരിയാണിയുടെ ഗ്രേവി. ഇതെന്നിട്ട് ഉള്ള ചോറും കൂടി നമ്മൾ വടിച്ചിടാൻ പോവുകയാണ്. നമ്മൾ കറക്റ്റ് വിസിലായിരുന്നു ഗൈസ്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാം. അടി പിടിക്കുകയോ കരിയോ ഒന്നും ചെയ്തിട്ടില്ല. സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. അമ്മ പറയാറുണ്ട്, ഒരു തരി അരിയെങ്കിലും കളയാൻ പാടില്ല. അതിനെ കൊണ്ടാവുന്നത് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ടമ്മ. അവസാനം ഇതെല്ലാം വാഷ് ബേസിനിലൂടെ കൂടെ പോവുകയാണ്. നമുക്ക് നെയ്യ് ഇട്ടിട്ട് ദമ്മിടാം. ഞാൻ നല്ല ഇതിനകത്ത് മെൽറ്റായ പോർഷൻ മാത്രമേ എടുക്കുള്ളൂ. ഇത് നൈസായിട്ട് ഇങ്ങനെ കൊട്ടി 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 അങ്ങനെ ഗൈസ് നിങ്ങൾക്ക് കാണാമോ? തൽക്കാലം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പം ദമ്മിടാൻ പോവുകയാണ്. ദമ്മിടുകയല്ല, അടച്ചു വെക്കാൻ പോവുകയാണ്. സോ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, കരിയാൻ പാടില്ല. നമുക്കിവിടെ ടൈമറുണ്ട്. ഞാനൊരു 15 മിനിറ്റ് ഓൺ കൊടുക്കും. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്ന് അങ്ങോട്ട് റെഡി ആവട്ടെ. അതുവരെ നമുക്ക് വേറെ പണിയുണ്ട്, ചെയ്തിട്ട് വരാം.
നമുക്കിത് അങ്ങോട്ട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്താലോ? അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ഇപ്പോഴേ കഴിക്കാൻ തോന്നുന്നു. ആശാനെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് വരൂ. ഹോ. ഓ. ഡേയ്, ഇത് നീ തന്നെ ഉണ്ടാക്കിയത്? അതെ, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ. താങ്ക് യു. ഡേയ്, സംഭവം പൊളിച്ചിട്ടുണ്ടല്ലോ. ആണോ? താങ്ക് യു സോ കൊള്ളാലോ. മച്ച്. നീ അപ്പൊ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുമായിരുന്നു? കണ്ടന്റ് ആയിട്ട്. ആണോ? അതിനെന്താ, നീ അപ്ലോഡ് ചെയ്യ്. ഓക്കെ, അതിനെന്താ, ഇടാലോ. അപ്പൊ നിങ്ങൾക്ക് ഇവന്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവൻ എന്തൊക്കെ ഇവിടെ തട്ടിക്കൂട്ടി കാണിച്ചേക്കുന്നത് എനിക്കൊന്ന് അറിയണം. സോ ഞങ്ങൾ ഈ ഫുഡ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പം അൺടിൽ ദെൻ ബൈ.